അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ധാരാളമായി ചോദിക്കപ്പെടാറുള്ളൊരു ചോദ്യമാണ് സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കുവാൻ പാടുണ്ടോ എന്ന ചോദ്യം. ഇത് ചോദിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആളുകളും സ്ത്രീകളെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് തടയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ, പുരുഷന്മാരുടെ കൂടെ ജമാഅത്തായി അവർക്ക് മയ്യത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ പങ്കെടുക്കാമോ, ഇനി വീട്ടിൽ വെച്ചാണെങ്കിൽ അവർക്ക് ഒറ്റക്കോ അതല്ലെങ്കിൽ ജമാഅത്തായിട്ടോ നമസ്കരിക്കാമോ, ഇതൊക്കെ പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാം. വീട്ടിൽ വെച്ച് ഒറ്റക്കാണെങ്കിലും, ഇനി വീട്ടിൽ വെച്ച് ജമാഅത്താണെങ്കിലും, ഇനി പള്ളിയിൽ വെച്ച് മറ്റു ജമാഅത്തിൻ്റെ കൂടെയാണെങ്കിലും ഈ മൂന്നവസ്ഥയിലും അവർക്ക് മയ്യത്ത് നമസ്കരിക്കാവുന്നതാകുന്നു. എന്താണ് അതിനുള്ള തെളിവ്? സ്വഹീഹായ ധാരാളം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ നബിയുടെ ഭാര്യമാരും മറ്റു വിശ്വാസിനികളായ സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഇനി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണുക. അൻ അബ്ബാദ് ബിൻ അബ്ദില്ലാഹി ബിൻ സുബൈർ യുഹദ്ദിസു അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അന്നഹ ലമ്മാ തുവഫിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, പ്രഗൽഭനായ സ്വഹാബിയാണ്, അർസല അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമുറു ബി ജനാസതിഹി ഫിൽ മസ്ജിദി. നബിയുടെ ഭാര്യമാർ, നോക്കൂ, നമ്മുടെ ഉമ്മമാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാർ ചൊല്ലി അയക്കുകയാണ് എന്ത്? അദ്ദേഹത്തിൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരണം. എന്തിനാണ്? ഫയുസല്ലീന അലൈ, അവർക്ക് നമസ്കരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, അവർക്ക് നമസ്കരിക്കണം. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നമസ്കരിക്കാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഫഫഅലൂ ഫവുഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി ഉഖ്രിജ ബിഹി മിൻ ബാബിൽ ജനായിസ് അല്ലദീ കാന ഇലൽ മഖാഇദ്. അങ്ങനെ അവർ അതുപോലെ ചെയ്യുകയും അവരുടെ അറകളുടെ മുന്നിലായി അവർക്ക് നമസ്കരിക്കാൻ പറ്റുന്ന പള്ളിയോടടുത്തുള്ള ഒരു ഭാഗത്ത്, ഏകദേശം പള്ളിയുടെ ഉള്ളിലാണോ എന്ന് ചോദിച്ചാൽ ആ നിലക്ക് ഉള്ള ഒരു സ്ഥലത്ത് മയ്യത്ത് കൊണ്ടുവരപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് അവർ നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഫബലഗഹുന്ന അന്നന്നാസ അബൂ ദാലിക്, ചില ആളുകൾ അതിനെ വിമർശിച്ചതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിമർശിച്ചതെന്താണ്? മയ്യത്ത് നമസ്കരിച്ചതല്ല, പിന്നെയോ അവർ പറഞ്ഞത് മാകാനത്തിൽ ജനായിസു യുദ്ഖലു ബിഹൽ മസ്ജിദ്, മയ്യത്ത് നമസ്കാരം പള്ളിയിൽ സാധാരണ നിർവഹിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അധികവും മയ്യത്ത് നമസ്കാരം പുറത്തുനിന്നാണ് നമസ്കരിച്ചിട്ടുള്ളത്. ഫബലഗ ദാലിക ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവരുടെ ഈ ആരോപണം കേൾക്കുകയുണ്ടായി. അവർ പറഞ്ഞത് പള്ളിയിൽ വെച്ച് അങ്ങനെ നമസ്കരിക്കാൻ പാടില്ലായിരുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്താണ്? മാ അസ്റഅ അന്നാസ ഇലാ അൻ യഈബു മാ ലാ ഇൽമ ലഹും ബിഹി. മനുഷ്യന്മാർക്ക് എന്ത് പറ്റി? അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ അവർ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അവർക്ക് അറിവില്ലെങ്കിൽ മിണ്ടാതിരുന്നുകൂടെ? കാരണം അങ്ങനെയാണല്ലോ ചില ആളുകൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും, എന്നാൽ വേറെ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല. അത് പഠിക്കാൻ മനസ്സിലാക്കാതെ വിമർശിക്കാൻ വേണ്ടി വരും. അങ്ങനെയാണ് ധാരാളം ആളുകൾ, അന്നും ഇന്നും ആ സ്വഭാവക്കാരുണ്ട്. അവർക്കറിവില്ലെങ്കിൽ വിമർശിക്കുക, പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാതിരിക്കുക. ആബു അലൈന അൻ യമുറ ബി ജനാസത്തിൻ ഫിൽ മസ്ജിദി, ഒരു ജനാസ മസ്ജിദിലൂടെ കൊണ്ടുപോയതിനാണോ അവർ പ്രയാസപ്പെടുന്ന? കാരണം മസ്ജിദിലൂടെ ആണ് ആ ജനാസ കൊണ്ടുവന്നത്, അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകത കൊണ്ടുവന്നു. അതിനെ നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത കാര്യമാണ്. വമാ സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സുഹൈൽ ബിൻ ബൈദാ ഇല്ലാ ഫി ജൗഫിൽ മസ്ജിദി. സുഹൈൽ ബിൻ ബൈദാ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പള്ളിയുടെ ഉള്ളിൽ നിന്നാണ് നമസ്കരിച്ചത്. അപ്പോൾ റസൂലിൻ്റെ മാതൃക ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് കുറ്റം പറയുന്നത്? അത് ആയിഷ റളിയല്ലാഹു അൻഹ വളരെ നല്ലൊരു മര്യാദ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് സ്ഥിരപ്പെട്ടാൽ പിന്നെ ഇൽമില്ലാത്ത അറിവില്ലാത്ത ആളുകൾ പലതും പറയും. അപ്പോൾ ഇവിടെ വിഷയം വേറെയാണ്. എന്നാൽ മയ്യത്ത് സ്ത്രീകൾ നമസ്കരിച്ചതിനെ ആരും എന്ത് ചെയ്തിട്ടില്ല? വിമർശിച്ചിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ നമസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കതറിയാം. ഒരു സ്വഹാബിയും അതിനെ എതിർത്തിട്ടില്ല, ഒരു സ്വഹാബ വനിതയും അതിനെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നത് വഅമ്മൻ നിസ,
സ്ത്രീകൾ, മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, ഫഇൻ കുന്ന മഅ റിജാൽ, പുരുഷന്മാരുടെ കൂടെ ഉള്ള ജമാഅത്തിലാണെങ്കിൽ സ്വല്ലൈന മുഖ്തദിയാത്തിൻ ബി ഇമാമി റിജാൽ, പുരുഷന്മാരുടെ ഇമാമിൻ്റെ പിറകിലായിക്കൊണ്ട് അവർ സാധാരണ നിലക്ക് നമസ്കരിക്കട്ടെ. വഇൻ തംഹദ്ന ഖാല ശാഫിഇയ്യു വൽ മുസന്നിഫു വൽ അസ്ഹാബ് ഇസ്തുഹിബ്ബ അൻ യുസല്ലീന മുൻഫരിദാത്തിൻ കുല്ലു വാഹിദ വഹ്ദഹ. എന്നാൽ അങ്ങനെയല്ലാതെ പുരുഷന്മാരുടെ കൂടെയല്ലാതെയാണ് അവർ നമസ്കരിക്കുന്നതെങ്കിൽ അവർ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കട്ടെ എന്നാണ് ഇമാം ഷാഫിഇയും അതേപോലെ തന്നെ മുഹദ്ദബിൻ്റെ കർത്താവും അതേപോലെ തന്നെ മറ്റു സാഹിബുകളും പറഞ്ഞിട്ടുള്ളത്. ഫഇൻ സല്ലത്ത് ബിഹിന്ന ഇഹ്ദാഹുന്ന ജാസ, എന്നാൽ അവരിൽ ഒരാൾ ഈ സ്ത്രീകളെയെല്ലാം കൂട്ടി ജമാഅത്തായി നിർവഹിച്ചാൽ അത് അനുവദനീയമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ലത് ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കലാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? നമസ്കരിക്കണ്ട എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിലും അങ്ങനെ കാണാൻ കഴിയില്ല. അവർക്ക് നമസ്കരിക്കാം. പള്ളിയിലാണെങ്കിൽ മറ്റു പുരുഷന്മാരുടെ ജമാഅത്തിലും പങ്കെടുക്കാമെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇനി വീട്ടിലാണെങ്കിലും അവർക്ക് ഒറ്റക്കൊറ്റക്കാണ് അഫ്ളലെങ്കിലും ജമാഅത്തായി നിർവഹിക്കുന്നതിലും വിരോധമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പടി കൂടി കടന്നിട്ട് പറയുന്നത് വഫീ ഹാദാ നളറുൻ എന്ന് പറഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാൾ ഒറ്റക്ക് നിസ്കരിക്കലാണ് ഖൈർ എന്ന് പറഞ്ഞത് പരിശോധിക്കപ്പെടണം. വയംബഗി അൻ തുസന്ന ലഹുന്നൽ ജമാഅ കജമാഅത്തിഹിന്ന ഫീ ഗൈരിഹ, മറ്റു നമസ്കാരങ്ങളിൽ ജമാഅത്തായി നിർവഹിക്കുന്നത് പോലെ ഇതിലും അവർക്ക് ജമാഅത്തായി നിർവഹിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അവിടെ ഒറ്റക്കാണ് നമസ്കരിക്കുന്നത്, അതാണ് കൂടുതൽ അഫ്ളൽ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. വഖദ് ഖാല ബിഹി ജമാഅത്തുൻ മിനസ് സലഫ് മിൻഹുമുൽ ഹസൻ ഇബ്നു സാലിഹിൻ വസുഫിയാനു സൗരി വഅഹ്മദു വഅസ്ഹാബു അബി ഹനീഫ വഗൈറുഹും. അപ്രകാരം സലഫുകളിൽപ്പെട്ട ഒരു സംഘം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹസൻ ഇബ്നു സാലിഹ്, സുഫിയാനു സൗരി, ഇമാം അഹ്മദ്, അബൂ ഹനീഫയുടെ അസ്ഹാബുകൾ, ആളുകൾ, അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിരോധമില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലായി, സ്ത്രീകൾക്ക് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തതിന് ശേഷം വീട്ടിൽ വെച്ച് ആ മയ്യത്ത് വെക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വീടുകളിൽ വെച്ച് ഒറ്റക്കായിട്ടോ ജമാഅത്തായിട്ടോ മയ്യത്ത് നമസ്കരിക്കാം. ഇനി പള്ളിയിൽ കൊണ്ടുപോയിട്ടാണ് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെടുന്നതെങ്കിൽ, ഇനി മറ്റു മൈതാനങ്ങളിലാണെങ്കിലൊക്കെ പുരുഷന്മാരുടെ കൂടെയും മറ്റു സാധാരണ നമസ്കാരങ്ങൾ പോലെ തന്നെ അവർക്ക് ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന വാദം തെറ്റാണ്, പ്രമാണങ്ങൾക്കെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.